രാവിലെ 3 മണിയായി വെളുപ്പം കാലത്ത് നമ്മൾ കാറിൽ കയറി നേരെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് ട്രെയിനിലാണ് നമ്മൾ ഏറനാട് എക്സ്പ്രസ്സിലാണ് യാത്ര തിരിക്കാൻ ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവരെ ഇവിടെ ഇറക്കിയതിന് ശേഷം ഞാൻ വണ്ടി പാർക്ക് ചെയ്യുന്നതിന് വേണ്ടി പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ട്രെയിൻ എത്തിയിട്ടുള്ളത്. നമ്മൾ ട്രെയിനിൽ കയറിയിരുന്നു. ട്രെയിൻ യാത്ര തിരിച്ചു. മോള് ഏകദേശം ഉറങ്ങി തുടങ്ങുന്നതിൻ്റെ ലക്ഷണമാണ്. കണ്ടില്ലേ, മോൻ ഉറങ്ങിക്കഴിഞ്ഞു. മോള് കണ്ണു തുറന്നിരിക്കുകയാണ്. മോളെല്ലാം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഇവർ രണ്ടുപേരും ട്രെയിനിൽ കയറുന്നത്. അങ്ങനെ നേരം വെളുത്തു. ട്രെയിന് അമ്പലപ്പുഴ എത്തിയത്. ഞങ്ങളവിടെ ഇറങ്ങി. അവിടെ ഇറങ്ങി നേരെ ബസ് സ്റ്റോപ്പിലെത്തി. തിരുവല്ല ബസ്സിൽ കയറി നമ്മൾ നേരെ ഇടത്തയിലേക്ക് പോവുകയാണ്. പുതിയ പുതിയ സ്ഥലങ്ങൾ കാണുമ്പോൾ വളരെ ആവേശത്തോടുകൂടി മോള് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മോനിപ്പോഴും ഉറക്കം മാറിയിട്ടില്ല. കായലുകളും പുഴകളും സുന്ദരമായിട്ടുള്ള പ്രകൃതി മനോഹരമായ സ്ഥലങ്ങളും കടന്ന് നമ്മൾ നേരെ ഇടത്തയിലെത്തി. കണ്ടില്ലേ, ഇടത്തയുടെ പ്രധാന കവാടമാണ് ഈ കാണുന്നത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു ചെറിയ കടയിൽ കയറി. ഇത്രയും പ്രശസ്തമായിട്ടുള്ള ഇടത്തപ്പള്ളിയുടെ അടുത്ത് നല്ല ഒരു ഹോട്ടൽ പോലുമില്ല. അതിനെ അതിശയപ്പെടുത്തി. കടകളൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു ഞങ്ങൾ നേരെ ഇടത്തപ്പള്ളിയുടെ അകത്തേക്ക് നടന്നു നീങ്ങി. അവിടെ ഇപ്പോൾ പെരുന്നാൾ നടക്കുകയാണ്. എന്നാലും അത്ര തിരക്കുണ്ടായിരുന്നില്ല. ഞങ്ങൾ പള്ളിയുടെ അകത്ത് കയറി പ്രാർത്ഥനയിൽ പങ്കുചേർന്നു. ഏകദേശം 1 മണിക്കൂറോളം ഞങ്ങൾ പള്ളിയുടെ അകത്ത് ചിലവഴിച്ചു. അതിനുശേഷം ഞങ്ങൾ പുറത്തിറങ്ങി തൊട്ടടുത്തുള്ള ഒരു ഉദ്യാനത്തിലേക്കാണ് ഞങ്ങൾ നടന്നു നീങ്ങുന്നത്. കുട്ടികൾക്കെല്ലാം കളിക്കുന്നതിന് വേണ്ടി. അതിന് മുമ്പേ തന്നെ മോൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലായിരുന്നു. അതിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. മോള് നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. മോക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. കണ്ടില്ലേ, കാപ്പിയെല്ലാം കുടിച്ചതിന് ശേഷം മോൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നേരെ ഉദ്യാനത്തിലേക്ക് കയറി. അവിടെ കുട്ടികൾ കളിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ചെറിയ ഒരു പാർക്ക് പോലെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ കുളങ്ങളുണ്ട്, അതിൽ നിറയെ മീനുകളുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും സുന്ദരമായിട്ടുള്ള ഒരു ഉദ്യാനം. ആ കാണുന്ന നെറ്റിനകത്തെല്ലാം വലിയ വലിയ മീനുകളുണ്ട്. കരിമീൻ, ഇങ്ങനെയുള്ള വലിയ മീനുകളുണ്ട്. ഇവിടെയും ഒരു പ്രയറുണ്ട്, കാണിക്കുകയും ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, അവിടെ തന്നെ ആളുകളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. മോനവിടെ ഒരു ചെറിയൊരു കുളത്തിന് ക്രോസ് ചെയ്തൊരു മരത്തടി പോലുള്ള ഒരു പാലം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ കൂടി ഓടി കളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം തുടങ്ങുകയാണ്. ആദ്യം ഒറ്റയ്ക്ക് പോകാൻ പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ കൈ പിടിച്ചുകൊണ്ടാണ് അവന് പാലത്തിൽ കയറിയത്. അടുത്തായിട്ട് അവൻ ഒറ്റയ്ക്ക് തന്നെ കയറി ഓടാൻ തുടങ്ങി. അവർക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു ആ പാലം. ഇതിനു മുമ്പ് ഒരിക്കൽ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അന്നും ഈ മോൻ ചെറിയ കുട്ടിയായിരുന്നു. അന്ന് മോളാണ് കൂടുതൽ കിടന്ന് കളിച്ചത്. ഞങ്ങളവിടെ നിന്നും അടുത്തിന് പള്ളിയുടെ അടുത്തുള്ള ഒരു ചെറിയ സ്റ്റാളുണ്ട്. ആ സ്റ്റാളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ധൃതി കൂട്ടുന്നുണ്ട്. അങ്ങനെ അവിടെ വന്ന് തിരിച്ചു നേരെ സ്റ്റാളിൽ പോയി.
അവിടെ വന്ന് 2 ബ്രേസ്ലെറ്റുകൾ വാങ്ങി. അതിനുശേഷം ഞങ്ങൾ കുട്ടികൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടമൊക്കെ ഉള്ള സ്റ്റാളുണ്ട്, അതിലെല്ലാം കയറി. അവിടെ നിന്ന് നമ്മൾ നേരെ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിലെ ബസ്സിൽ കയറി. നമ്മൾ തിരിച്ചു വരുന്നത് തിരുവല്ലയിലാണ്. രാവിലെ ഇറങ്ങിയത് അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലാണ്. അടുത്ത് നമ്മൾ തിരിച്ചു വരുന്നത് തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ജനശതാബ്ദി എക്സ്പ്രസ് വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. അവിടെ നമ്മൾ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ 3ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വരുന്നതെന്ന് അനൗൺസ്മെൻറ്റ് ചെയ്ത് നമ്മൾ നേരെ പടികൾ ചവിട്ടി 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് യാത്ര തിരിച്ചു. അവിടെ നമ്മൾ കുറച്ച് സമയം ഇരുന്നപ്പോൾ പല പല ട്രെയിനുകൾ ഓടുന്നുണ്ടായിരുന്നു. അതെല്ലാം നോക്കിക്കൊണ്ട് അങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. 11:30 ആയപ്പോൾ ജനശതാബ്ദി എക്സ്പ്രസ് അവിടെ എത്തി. നമ്മൾ ട്രെയിനിൽ കയറി പതുക്കെ നമ്മുടെ സീറ്റുകൾ കയറിയിരുന്നു. ഫുഡ് തിരുവനന്തപുരത്ത് പോയിട്ട് കഴിക്കാം എന്നാണ് തീരുമാനിച്ചത്. ട്രെയിൻ എടുത്ത് മോന് ഉറക്കമായി. എല്ലാവരും ക്ഷീണമായി ഉറങ്ങി തുടങ്ങി. എല്ലാവരും നമ്മൾ നേരെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ